ട്രിവാൻഡ്രത്ത് 4 ബെഡ്റൂമുള്ള ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുള്ള ട്രിവാൻഡ്രം പേയാട് ആണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 450 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 4,800 സെൻറ്റിൽ 2,300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂമും വരുന്നത്. ട്രിവാൻഡ്രം സിറ്റി നമുക്കൊരു 10 കിലോമീറ്ററിനകത്താണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 450 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ മതി. ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ്. വേറെ വീടുകളും കാണാൻ സാധിക്കും. നമുക്ക് ടാറിട്ട ഒരു റോഡ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് 2 ഫോൾഡിങ് ഗേറ്റാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ തറ ഫുള്ള് നമുക്ക് ഇൻ്റർലോക്കേറ്റ് ഉണ്ടോ, ഫുള്ള് ഇൻ്റർലോക്കേറ്റ് ഉണ്ട്. നമുക്കൊരു 3 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത്രയും പോർഷൻ ഉണ്ട്. പിന്നെ നമുക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. നമുക്കൊരു കാർ സുഖമായിട്ട് ഇവിടെ കവേർഡ് കാർ പാർക്കിങ്ങിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ വീട് നല്ലൊരു ലുക്കിൽ ആണ് ഇരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ലുക്ക് കണ്ടോ, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇത് രണ്ടും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് വരുന്നത് കണ്ടോ. ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. 10x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മെയിൻ എൻട്രൻസ് ഡോർ ഇതാണ് വരുന്നത് ഫുള്ള്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് തന്നെ പ്ലാവിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ നമുക്ക് കിച്ചൺ ക്യാബിനും നമുക്ക് എല്ലാ വാർഡ്രോബ് എല്ലാം തന്നെ നമുക്ക് വുഡിലാണ് മെയിനായിട്ട് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് 16x4 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 16x4 ഡയമെൻഷനിൽ ഒരു ലിവിങ് ഏരിയ നമുക്ക് കയറി വരുമ്പം കാണാൻ സാധിക്കും. ഇവിടെ ഈ സ്റ്റെയറിന് താഴെയായിട്ട് നമുക്കൊരു ഡിസൈൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് വേണമെങ്കിൽ ഒരു TV യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വുഡിൽ തന്നെ വരുന്ന ഒരു തൂണ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വുഡാണ് വരുന്നത് കേട്ടോ, ഈ തൂണ് ഫുള്ള്. അപ്പോൾ അതിന് തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ ഇവിടെ കാണാൻ സാധിക്കും. ടൈല് നമുക്ക് ഈ ഒരു പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 20x10 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും തന്നെയാണ് ഇവിടെ സീലിങ്ങിൽ വരുന്നത്. സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന് നേരെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക്, അതായത് ഓപ്പൺ കിച്ചൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമുക്കിവിടെ ഒരു വാഷിംഗ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മിറർ, അവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. ജാഗോറിൻ്റെ പ്രോഡക്റ്റാണ് അത് വരുന്നത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് ഫുള്ളും തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ, ഫുള്ള് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇത് ഇവിടെ വരുന്ന എല്ലാം തന്നെ നമുക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഓരോ കബോർഡ്സ് എല്ലാം തന്നെ വുഡിൽ ചെയ്തിട്ടുണ്ട്. അതവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഇതവിടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു വലിയൊരു സിങ്ക് വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്ക് ആ സിങ്ക് കണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ളൊരു സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ്, ഈ കിച്ചണിന് പുറകെ സൈഡിലായിട്ടുണ്ട് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ വയ്ക്കാൻ വേണ്ടി ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ പുറകിലെല്ലാം തന്നെ നമുക്ക് ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട് ഉണ്ടോ. ഇവിടെയാണ് കിണർ വരുന്നത്. കിണറൊക്കെ തന്നെ ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ നമുക്കൊരു പേടിക്കാനായിട്ടൊന്നുമില്ല, ഫുള്ളും തന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം കിച്ചൻ്റെ ഈ ഒരു സൈഡ് പോർഷനിൽ, ഒരു ബെഡ്റൂം നമുക്ക് നേരെ ഈ ഭാഗത്തായിട്ടുമാണ് 2 സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് നമുക്ക് സീലിങ്ങിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഡോർ വരുന്ന വാർഡ്രോബാണ്. ഫുള്ളും വുഡിലാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. 3 ഡോർ വരുന്ന ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നമുക്കപ്പോൾ മേക്കപ്പ് ചെയ്ത് ഒരുങ്ങാൻ വേണ്ടിയുള്ള സ്റ്റോർ ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട്. തറയിൽ ഗ്രിപ്പിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കണ്ടോ ഈ പോർഷനിൽ ടൈലെല്ലാം ഇതാണ് വരുന്നത്. പിന്നെ നമുക്ക് അവിടെ ലൈറ്റ് വരുന്നുണ്ട്, മിറർ, ബാക്കി സിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഈ ബെഡ്റൂമിൽ വരുമ്പോഴത്തേക്ക് ടൈല് പാറ്റേൺ വ്യത്യാസം ഉണ്ട് കണ്ടോ. ഈ ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഫ്രണ്ട് നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ടൈലിങ് വേറെയാണ്, നമുക്ക് റൂമിൽ വരുമ്പോഴത്തേക്ക് ഉണ്ട് ഈ ഒരു ടൈലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെയും ടൈല് കണ്ട വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മൾ സെയിം ആ റൂമിൽ കണ്ട അതൊരു ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് നമ്മൾ അപ്പുറത്തെ കണ്ടത് സ്പോട്ട് ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. സെയിം 3 ഡോർ വരുന്ന ഒരു വാർഡ്രോബ് തന്നെയാണ്. പിന്നെ സൈഡിലായിട്ട് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും മിററും ലൈറ്റിംഗ് എല്ലാ സംഭവവും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണേണ്ടത്. നമുക്കപ്പോൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഈ കാണുന്ന സ്റ്റെയർ കയറിയാണ് നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് സൈഡ് കയറി പോകുന്ന ഹാൻഡിൽസ് ഉണ്ട്, ഫുള്ള് വുഡും ഗ്ലാസ്സും ആണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് പർഗോള ഒരു സംഭവം കണ്ട ടോപ്പിൽ ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ലൈറ്റിങ് നമുക്ക് അകത്തോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുകളിൽ കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്ക് തറയിൽ ഒരു വുഡൻ ഫിനിഷ് വരുന്ന ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നമ്മൾ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയൊരു ലിവിങ് ഏരിയ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് 24x18 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള. അപ്പോൾ താഴെ കണ്ട ടൈലല്ല, നമുക്ക് ഇവിടെ മുകളിൽ വേറൊരു ടൈപ്പാണ് ടൈൽ കൊടുത്തിട്ടുണ്ടോ. ഈ ഒരു പാറ്റേണിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് വരുന്നുണ്ട് കണ്ടോ. ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. സ്റ്റോറേജ് സ്പേസും താഴെ കാണാൻ സാധിക്കും. ഇപ്പോൾ മുകളിൽ നമുക്ക് സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് കണ്ടോ നല്ലൊരു ലൈറ്റിങ് വീടിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം തൊട്ടിപ്പുറത്ത്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാം. ആദ്യം നമുക്ക് ഈ ഭാഗത്തുള്ള നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 16x12 ഡയമെൻഷനിലുള്ളതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. മുകളിൽ സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് ഇവിടെ സീലിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് പോയിട്ടുണ്ട്. നമ്മൾ സെയിം താഴെ കണ്ട അതേ ഒരു ടൈപ്പ് തന്നെ 3 ഡോർ വരുന്ന വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്തോട്ട് വരുമ്പോൾ തറയിൽ ഗ്രിപ്പിംഗ് ടൈല് വരുന്നുണ്ട്. അപ്പോൾ തറയിൽ ഗ്രിപ്പിംഗ് ടൈല് വരുന്നുണ്ട്. ഇതാണ് ബാക്കി ടൈലിംഗ് എല്ലാം വരുന്നത്. ഇവിടെ ഒരു ലൈറ്റ് മിറർ ബാക്കി എല്ലാ സംഭവവും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ഒരു ബെഡ്റൂം നോക്കാം. ഈ ഭാഗത്താണ് നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 16x12 ഡയമെൻഷനിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു സെയിം നമുക്കൊരു ബെഡ്റൂമാണ് വരുന്നത്. ടൈല് സെയിം നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ ഒരു ടൈല് തന്നെയാണ്. പിന്നെ മുകളിൽ ഇവിടെ സീലിങ്ങിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് 3 ഡോർ വരുന്ന വുഡിൽ തന്നെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് ഈ ഒരു വീടിന് എല്ലാ ബെഡ്റൂമിനും നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരുങ്ങാൻ വേണ്ടിയുള്ള സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ താഴെ കണ്ട ഒരു റൂം ഇതേ ഒരു കണക്ക് തന്നെയായിരുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ബാക്കി നമുക്കിവിടെ ഗ്രിപ്പിംഗ് ടൈല് വരുന്നുണ്ട്. ബാക്കി ടൈല് നമുക്ക് ഇതുവരെയാണ് വരുന്നത്. പിന്നെ ലൈറ്റ് മിറർ ബാക്കി എല്ലാ ഐറ്റവും കൊടുത്തിട്ടുണ്ടോ. സിങ്ക് എല്ലാ സംഭവവും ഇവിടെ കോമൺ ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. ഈ ഭാഗത്ത് ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാൽക്കണി വരുന്നത് നമുക്ക് 12x4 ഡയമെൻഷനിൽ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റെപ്പിൽ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ചുറ്റുപാട് തന്നെ വേറെയും വീടുകളുണ്ട്, റെസിഡൻഷ്യൽ ഏരിയ കണ്ടോ, വേറെ വീടുകളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് വുഡും ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഹാൻഡിൽസ് വരുന്നത് കണ്ടോ. ഈ ഭാഗത്തെ ഹാൻഡിൽസ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സീലിങ്ങിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പുറകെ സൈഡിൽ ഇവിടെയും നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് കണ്ടോ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ താണ്ടി ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു നനകല്ല് പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് കിട്ടുന്ന ടൈപ്പ് ഒരു ടൈലാണ് തറക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇനി ടെറസിൻ്റെ മുകളിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ നിന്നാണ് സ്പേസ് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട്. ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി പോവാം. അപ്പോൾ 85 ലക്ഷം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വീട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാനും ഇത് വാങ്ങാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹോം ലോൺ വേണമെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഈ ഒരു
അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിനകത്തോ അല്ലെങ്കിൽ അതിന് പുറത്തും അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തായാലും ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ വരിക. അപ്പോൾ ഇതുപോലെ ഒരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.